ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി നിസാമും ഡിജിപിയുമായുള്ള ബന്ധത്തിന്റെ തെളിവുകൾ പി.സി. ജോർജ് അല്പസമയത്തിനകം മുഖ്യമന്ത്രിക്ക് കൈമാറും. ഇപ്പോൾ അദ്ദേഹം ക്ലിഫ് ഹൗസിലാണ് പി.സി. ജോർജ് ഉള്ളത്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, ഡിജിപിക്ക് നിസാമുമായുള്ള നിർണായകമായ തെളിവ്, അദ്ദേഹത്തിന്റെ ബന്ധത്തിന്റെ നിർണായകമായ തെളിവുകളാണ് പുറത്തുവിടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ എത്തിയിട്ടുണ്ട് പി.സി. ജോർജ്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അരുൺ, ചന്ദ്രബോസിന്റെ കൊലയാളിയായ നിസാമും DGP KS ബാലസുബ്രഹ്മണ്യവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും അതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കൈമാറുമെന്നാണ് പി.സി. ജോർജ് അറിയിച്ചിരുന്നത്. ഇത് പ്രകാരം മുഖ്യമന്ത്രിക്ക് തെളിവുകൾ കൈമാറാനായി പി.സി. ജോർജ് ക്ലിഫ് ഹൗസിൽ എത്തിക്കഴിഞ്ഞു. 10:25 ക്ലിഫ് ഹൗസിൽ പി.സി. ജോർജ് എത്തിയത്. ഇപ്പോൾ അദ്ദേഹം ക്ലിഫ് ഹൗസിനകത്താണുള്ളത്. മുഖ്യമന്ത്രിയുമായി അദ്ദേഹം സംസാരിക്കുകയാവുമെന്നാണ് കരുതേണ്ടത്. നമുക്കറിയാം, ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് പി.സി. ജോർജ് ഉന്നയിച്ചിരുന്നത്. DGP KS ബാലസുബ്രഹ്മണ്യവും ചന്ദ്രബോസിന്റെ കൊലയാളിയായ നിസാമും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ഒപ്പം തന്നെ ഈ കേസ് അട്ടിമറിച്ച് നിസാമിന് അനുകൂലമായ രീതിയിൽ അട്ടിമറിക്കാൻ വേണ്ടി DGP KS ബാലസുബ്രഹ്മണ്യം പലതവണ ഇടപെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇവർ തമ്മിലുള്ള അടുത്ത ബന്ധത്തിന്റെ വ്യക്തമായ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അത് CD രൂപത്തിലാക്കി പുറത്തുവിടുമെന്നും അതിന് മുന്നോടിയായി ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൈമാറുമെന്നാണ് പി.സി. ജോർജ് അറിയിച്ചിരുന്നത്. DGP KS ബാലസുബ്രഹ്മണ്യം പലതവണ ശോഭാ സിറ്റിയിൽ സന്ദർശിച്ചിരുന്നുവെന്നും ഒപ്പം തന്നെ കേസിൽ നിന്നും നിസാമിന്റെ ഭാര്യ അമലയെ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇടപെട്ടുവെന്നും പി.സി. ജോർജ് രാവിലെ വെളിപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ജേക്കബ് ജോബിനോട് നിസാമിനെ രക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഇതിന് സമ്മതിക്കാത്തപ്പോഴാണ് ജേക്കബ് ജോബിനെ സസ്പെൻഡ് ചെയ്തതെന്നും എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പി.സി. ജോർജ് ഇടപെട്ടിരുന്നത്, ഇന്ന് രാവിലെ ആരോപിച്ചിരുന്നത്. ഇതിൻ്റെ എല്ലാം തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈമാറാനായി പി.സി. ജോർജ് ക്ലിഫ് ഹൗസിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പി.സി. ജോർജ് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുൺ, ഞങ്ങളുടെ പ്രതിനിധി ജിതിൻ ചന്ദ്രനാണ് ക്ലിഫ് ഹൗസിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്നാൽ പി.സി. ജോർജ് തെളിവുകൾ കൈമാറി എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. പി.സി. ജോർജിനെ തള്ളി രമേശ് ചെന്നിത്തല. DGPയിൽ പൂർണ്ണ വിശ്വാസമെന്ന് രമേശ് ചെന്നിത്തല. മറിച്ച് തെളിവുണ്ടെങ്കിൽ ജോർജ് ഹാജരാകട്ടെ എന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത്, ഒരു കാരണവശാലും ഈ കേസിലെ പ്രതിയെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. KS ബാലസുബ്രഹ്മണ്യം എന്ന DGPയോട് ഗവൺമെന്റിന് പൂർണ്ണ വിശ്വാസമാണുള്ളത്. ചന്ദ്രബോസ് വധക്കേസിൽ സർക്കാർ ചീഫ് വിപ്പ് പി.സി. ജോർജിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വധക്കേസിലെ ഉന്നത ഇടപെടലിനെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണം. കേസിലെ പ്രതി നിസാമിനെതിരെ കാപ്പ നിയമം ചുമത്താത്തത് ഉന്നത ബന്ധം മൂലമാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ കോഴിക്കോട്ട് പറഞ്ഞു. ഇവിടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നമാണ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അദ്ദേഹം പുറത്തു കൊണ്ടുവരണം. ഇതിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടാണോ ഈ സൗകര്യം കൊടുത്തത്, അല്ല ആഭ്യന്തരമന്ത്രി ഇടപെട്ടിട്ടാണോ ഈ സൗകര്യങ്ങൾ ഈ പ്രതിക്ക് ലഭിച്ചത് എന്നത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം ഈ പ്രശ്നത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട്. ചന്ദ്രബോസ് കൊലപാതക കേസിൽ പ്രതികൾ എത്ര ഉന്നതരാണെങ്കിലും അവരെ ശിക്ഷിക്കാൻ നീതിന്യായ സംവിധാനത്തിന് കഴിവുണ്ടെന്ന് ചന്ദ്രബോസ് കൊലക്കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദയഭാനു പറഞ്ഞു. ആ പോലീസിന്റെ അനാസ്ഥ കൊണ്ട് എടുക്കാതെ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിവിന്റെ അപര്യാപ്തത മൂലം ഒരു പ്രതിയും രക്ഷപ്പെടരുത് എന്ന നിലയ്ക്ക് സുപ്രീം കോടതി വിധിന്യായങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എടുക്കാതെ വന്നത് പ്രതിയെ സഹായിക്കാനാണെങ്കിൽ അത് ചെയ്തു വെച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും ഓർക്കുന്നത് നന്ന്, ഇന്നും നാളെയുമായിട്ട് ഇത്തരം തരത്തിലുള്ള പ്രതികളെ സഹായിക്കുന്ന നടപടി കൊണ്ട് ഈ പ്രതികൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അതിശക്തമായിട്ടൊരു ജുഡീഷ്യൽ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ആ സംവിധാനത്തിന് ഇത് ബോധ്യപ്പെടും, അത് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. ഇപ്പം ഈ കേസിൽ എന്തെല്ലാമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതെല്ലാം കേസ് രേഖകൾ നോക്കി പഠിച്ച ശേഷം മാത്രമേ പ്രതികരിക്കാൻ കഴിയുള്ളൂ. 13ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാവിലെ 9 മണിക്ക് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തും. ഈ മാസം 13-നാണ് മന്ത്രി KM മാണി തന്റെ 13ാം ബജറ്റ് അവതരിപ്പിക്കുന്നത്. ബാർ കോഴ വിഷയത്തിലും ബജറ്റ് ഉപയോഗിച്ച മാണി കോഴ വാങ്ങിയെന്ന ആരോപണത്തിലും സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകും. ചട്ടങ്ങൾക്ക് വിധേയമായുള്ള പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രതിപക്ഷ സമരം ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്.
നാളെ രാവിലെ 9 മണിക്ക് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് 13ാം നിയമസഭയുടെ 13ാം സമ്മേളനത്തിന് തുടക്കമാകുക. കീഴ്വഴക്കങ്ങളിൽ മാറ്റം വരുത്തിയാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. മുൻകാലങ്ങളിൽ സ്പീക്കർ, മുഖ്യമന്ത്രി, നിയമസഭാ സെക്രട്ടറി എന്നിവരാണ് ഗവർണറെ സ്വീകരിക്കുവാൻ എത്തുക. ഇത്തവണ ചീഫ് സെക്രട്ടറി കൂടി ഗവർണറെ സ്വീകരിക്കാനെത്തും. സഭയിലെത്തുന്ന ഗവർണർക്ക് ഇനി മുതൽ തോക്കേന്ത്യ പോലീസ് സല്യൂട്ട് നൽകും. പോലീസ് ബാൻഡായിരിക്കും ദേശീയ ഗാനം ആലപിക്കുക. നേരത്തെ ദേശീയ ഗാനം ആലപിച്ചിരുന്നത് നിയമസഭയിലെ ജീവനക്കാരികൾ ആയിരുന്നു. നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ സംഭവങ്ങൾ തന്നെയായിരിക്കും ഇത്തവണത്തെ സഭയെ പ്രക്ഷുബ്ധമാക്കുക. 13ാം നിയമസഭയുടെ 13ാം സമ്മേളനത്തിൽ കെ.എം. മാണി അവതരിപ്പിക്കുന്നത് 13ാം ബജറ്റാണ്. മാർച്ച് 13-നാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. കെ.എം. മാണി ബജറ്റ് അവതരിപ്പിക്കാൻ പാടില്ലെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെ.എം. മാണി ബജറ്റ് ഉപയോഗിച്ച് കോഴ വാങ്ങിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. UDF നേതാവ് R. ബാലകൃഷ്ണപിള്ള ഈ ആരോപണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയത്. എന്നാൽ പ്രതിപക്ഷ നിലപാട് തീവ്രവാദികളുടേതിന് തുല്യമാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഇതോടെ ബാർക്കോഴ വിഷയത്തിൽ നിയമസഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകും. പ്രതിപക്ഷം ആഞ്ഞടിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രതിപക്ഷത്തെ വിള്ളലുകൾ ഉയർത്തിക്കാട്ടിയായിരിക്കും ഭരണപക്ഷം പ്രതിരോധിക്കുക. VS അച്യുതാനന്ദൻ CPIM-ൽ ഉയർത്തിയ കലാപക്കൊടി ഭരണപക്ഷം ആയുധമാക്കും. നിയമസഭയുടെ അകത്ത് എന്ന പോലെ പുറത്തും വൻ പ്രതിഷേധത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു. നാളെ LDF സംസ്ഥാന സമിതിയും യോഗം ചേരും. ഈ യോഗത്തിലായിരിക്കും നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തേണ്ട പ്രതിഷേധത്തിന് രൂപം നൽകുക. 23 ദിവസമാണ് സഭ ചേരുക. ഏപ്രിൽ 9-ന് സഭാ സമ്മേളനം അവസാനിക്കും. NV ബാലകൃഷ്ണൻ, തിരുവനന്തപുരം. ദേശീയ ഗെയിം സംബന്ധിച്ച അഴിമതി ആരോപണങ്ങൾ CBI അന്വേഷിക്കും. വി ശിവൻകുട്ടി MLA-യുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. CBI കൊച്ചി യൂണിറ്റ് ആയിരിക്കും അന്വേഷിക്കുക. വി ശിവൻകുട്ടി MLA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ ഗെയിംസ് അഴിമതി CBI അന്വേഷിക്കുന്നത്. ദേശീയ ഗെയിംസിൽ 120 കോടി 15 ലക്ഷം രൂപയുടെ അഴിമതി നടന്നുവെന്ന് ശിവൻകുട്ടി നേരത്തെ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നീട് ഈ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGP-ക്കും 2 തവണ പരാതി നൽകി. പുറമെ കായിക വകുപ്പ് മന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും ഗെയിംസ് CEO-ക്കും പരാതി നൽകിയിരുന്നു. ഈ പരാതികളിൽ യാതൊരു നടപടിയും ഉണ്ടാവാത്തതിനാലാണ് കഴിഞ്ഞ മാസം 14-ന് ശിവൻകുട്ടി CBI-ക്ക് പരാതി നൽകിയത്. പരാതിയിന്മേൽ അന്വേഷണം നടത്തുമെന്നറിയിച്ച് CBI കൊച്ചി യൂണിറ്റിൽ നിന്നും ശിവൻകുട്ടിക്ക് സന്ദേശം ലഭിച്ചു. ദേശീയ ഗെയിംസിന്റെ വോളണ്ടിയർമാർക്കുള്ള യൂണിഫോം വാങ്ങിയതിലും ഗെയിംസ് വില്ലേജിലേക്കുള്ള വസ്തുക്കൾ വാങ്ങിയതിലും തുടങ്ങി വിവിധ ഇടപാടുകളിൽ വൻ അഴിമതി നടന്നതായി ശിവൻകുട്ടി CBI-ക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ദേശീയ ഗെയിംസ് അഴിമതിയിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും ശിവൻകുട്ടി MLA ഹർജി സമർപ്പിച്ചിരുന്നു. അതേസമയം അഴിമതിയിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ പങ്കായിരിക്കും ആദ്യം അന്വേഷിക്കുകയെന്നാണ് ഗെയിംസ് സംഘാടക സമിതി അധികൃതരുടെ വാദം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. K.M. മാണിയെ രക്ഷിക്കാൻ സർക്കാരും അഡ്വക്കേറ്റ് ജനറലും സത്യം വളച്ചൊടിക്കുന്നുവെന്ന് ബിജു രമേശ്. ബാർക്കോഴ കേസിൽ ശബ്ദരേഖയുടെ പൂർണ്ണ പകർപ്പ് കൈമാറുമെന്നും SP-യെ മാറ്റി കേസന്വേഷണം DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണമെന്നും ബിജു രമേശ് പറഞ്ഞു. ബാർക്കോഴ കേസ് ഒതുക്കാൻ 10 കോടി രൂപയുടെ ഓഫർ കിട്ടിയെന്നും കേസ് ഒതുക്കാനുള്ള സമ്മർദ്ദങ്ങൾക്ക് താൻ വഴങ്ങില്ലെന്നും ബിജു രമേശ് പറഞ്ഞു. ലോയായിട്ട് കോടതി പോലും മാണി സാറ് നിയമിച്ച മാണി സാറിന് വ്യക്തിപരമായ അടുപ്പമുള്ള വളരെ അടുപ്പമുള്ള ജഡ്ജാണ് ആ കേസ് കേൾക്കുന്നത്. ശ്രീ പയസ് കുര്യാക്കോസ് എന്ന് പറയുന്ന മാണി സാറുമായിട്ട് വളരെയേറെ വ്യക്തിപരമായും മുഖ്യമന്ത്രിയായിട്ടും മാണി സാറുമായിട്ടും വളരെയേറെ അടുപ്പമുള്ളതാണ്. അദ്ദേഹമാണ് ആ കേസ് കേൾക്കുന്നത്. ആ കേസ് തന്നെ ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് കേസിൽ 2 പേര് ഫയൽ ചെയ്തിരിക്കുന്നതും ഇവരുടെ തന്നെ 2 പേരുടെ കേസിൻ്റെ ഏകദേശം ഒരേ രീതിയിലാണ് കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു അന്വേഷണം പൂർത്തിയാക്കുന്നതിന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് ലോകായുത്തിനെ കൊണ്ടൊരു വിധി പാസ്സാക്കാൻ ഉള്ള ഒരു ഗൂഢനീക്കമാണെന്നാണ് പൊതുവേ നിയമജ്ഞരുടെ ഭാഗത്തു നിന്ന് അഡ്വക്കേറ്റ്മാരുടെ ഭാഗത്തു നിന്നുള്ളൊരു നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അത് കേസ് മൊത്തത്തിൽ അട്ടിമറിക്കുന്നതിന് ലോകായത്തിനെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ലോകായത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള 2 കേസുകൾ ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആണിപ്പോൾ മൊഴിയെടുക്കാൻ വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങൾ നിയമപരമായി കൂടുതൽ ഇതിലേക്ക് അതിൻ്റെ ബാക്കി വശങ്ങളെക്കുറിച്ച് നോക്കാനായിട്ട് തിങ്കളാഴ്ച ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിർദ്ദേശം ലംഘിച്ച് ദില്ലി കൂട്ടമാനഭംഗത്തെക്കുറിച്ചുള്ള വിവാദ ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്ത BBC-ക്ക് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. അതേസമയം സമ്മർദ്ദത്തെ തുടർന്ന് വിവാദ വീഡിയോ യൂട്യൂബ് നീക്കം ചെയ്തു. സംഭവത്തിന്റെ ക്രൂരത ജനങ്ങൾക്ക് ബോധ്യപ്പെടാനായി ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്യണമെന്ന് മാനഭംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. ദില്ലി മാനഭംഗത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ഇന്ത്യയുടെ മകൾ സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും വിലക്ക് ലംഘിച്ചാണ് BBC സംപ്രേഷണം ചെയ്തത്. വനിതാ ദിനമായ മാർച്ച് 8-ന് ഇന്ത്യയിലടക്കം സംപ്രേഷണം ചെയ്യാനിരുന്ന ഡോക്യുമെന്ററി നിരോധനത്തെ തുടർന്ന് നേരത്തെ സംപ്രേഷണം ചെയ്യുകയായിരുന്നു. പഠന ആവശ്യത്തിനെന്ന് പറഞ്ഞ് ചിത്രീകരിച്ച ഡോക്യുമെന്ററി വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ BBC-ക്ക് നോട്ടീസ് അയച്ചത്.
നിർദ്ദേശം ലംഘിച്ച BBC-ക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ പേരും ഫോട്ടോയും വെളിപ്പെടുത്തുന്ന അഭിമുഖം കൂടുതൽ പേർ കാണാതിരിക്കാനുള്ള ശ്രമവും കേന്ദ്ര സർക്കാർ തുടങ്ങി. സർക്കാർ സമ്മർദ്ദത്തെ തുടർന്ന് വിവാദ വീഡിയോ യൂട്യൂബ് നീക്കം ചെയ്തു. ബലാത്സംഗ കേസിലെ പ്രതിയായ മുകേഷ് സിംഗുമായി തീഹാർ ജയിലിൽ നിന്നും അഭിമുഖം നടത്തി ലെസ്ലി ഡെവിൻ എന്ന ബ്രിട്ടീഷ് സംവിധായകയാണ് BBC-ക്ക് വേണ്ടി ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും പ്രതിയായ മുകേഷ് സിംഗ് നടത്തിയ പരാമർശങ്ങളാണ് വിവാദത്തിനിടയാക്കിയത്. അതേസമയം സംഭവത്തിന്റെ ക്രൂരത ജനങ്ങൾക്ക് ബോധ്യപ്പെടാനായി ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്യണമെന്ന് ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. നിവേദ്യത്തോടെ ചടങ്ങുകൾ സമാപിച്ചു. ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം 10 മണിക്ക് പുണ്യവെള്ളം തളിച്ചതോടെയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായത്. 10:15 തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ ദീപം തെളിയിച്ചു. തുടർന്ന് ആ ദീപം ക്ഷേത്ര മേൽശാന്തി കണ്ണൻ പോറ്റി ക്ഷേത്രത്തിലെ വലിയ തിടപ്പള്ളിയിലെയും ചെറിയ തിടപ്പള്ളിയിലെയും അടുപ്പുകളിൽ അഗ്നി പകർന്നു. സഹശാന്തി ക്ഷേത്രത്തിന് മുന്നിൽ തയ്യാറാക്കിയ പണ്ടാര അടുപ്പിലേക്ക് ഈ തീ പകർന്നു. ഈ സമയം തന്നെ ലക്ഷോപലക്ഷം വരുന്ന ഭക്തരുടെ പൊങ്കാല അടുപ്പുകളിലേക്കും തീ പകർന്നു. തുടർന്ന് മണിക്കൂറുകളോളം ക്ഷേത്രവും പരിസരവുമെല്ലാം അനന്തപുരിയെ യാഗശാലയാക്കി മാറ്റി. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, VS ശിവകുമാർ, V ശിവൻകുട്ടി MLA, ശശി തരൂർ MP, മേയർ ചന്ദ്രിക തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പൊങ്കാലയ്ക്ക് തുടക്കമായത്. അമ്മേ നാരായണ ദേവി നാരായണ എന്ന മന്ത്രജപത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ വെള്ളപ്പായസം, ശർക്കര പായസം, തെരളിയപ്പം തുടങ്ങി 13ഓളം ഇനങ്ങളാണ് ദേവിക്കായി ഭക്ത സ്ത്രീലക്ഷങ്ങൾ പൊങ്കാലയർപ്പിച്ചത്. ഉച്ചയ്ക്ക് ശേഷം 3:15 ഭക്തിപ്രഹർഷമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തിൽ നിന്നും നിയോഗിച്ചിട്ടുള്ള ശാന്തിമാർ തീർത്ഥജലം തളിച്ച് പൊങ്കാല നിവേദിച്ചു. ആകാശത്തു നിന്നും വിമാനത്തിൽ പുഷ്പവൃഷ്ടിയും ഈ സമയം നടന്നു. 1 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച നിർവൃതിയിലാണ് ഭക്ത സ്ത്രീലക്ഷങ്ങൾ അനന്തപുരിയിൽ നിന്നും മടങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീജന കൂട്ടായ്മയ്ക്കാണ് അനന്തപുരി ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിച്ചത്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക വഴി സർവൈശ്വര്യങ്ങളും കൈവന്നു എന്ന പ്രതീക്ഷയോടെയാണ് ഓരോ സ്ത്രീയും മടങ്ങുന്നത്. ക്യാമറമാൻമാരായ ബിച്ചു പൂച്ചലിനും രാഹുൽ ചന്ദ്രനും റിപ്പോർട്ടർമാരായ മിനീഷ് കുമാറിനും ഷീജയ്ക്കും മെറിമേരി ചക്കയ്ക്കുമൊപ്പം CG ദിൽജിത്ത്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിനിമാ സീരിയൽ താരങ്ങളുടെ സാന്നിധ്യവും ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾക്ക് പുലിമയേറ്റി. പൊങ്കാല അർപ്പിച്ച പുണ്യം തേടാൻ നിരവധി താരങ്ങൾ തലസ്ഥാന നഗരിയിൽ ഇത്തവണയും എത്തി. പതിവ് പോലെ തന്നെ ഇത്തവണയും സിനിമാ സീരിയൽ രംഗത്തെ നിരവധി പ്രമുഖരാണ് ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനെത്തിയത്. 20 വർഷമായി ആറ്റുകാൽ ദേവിക്ക് പൊങ്കാലയിടുന്ന ചലച്ചിത്ര താരം ചിപ്പി ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. ഇപ്രാവശ്യവും അമ്മയുടെ മുന്നിൽ തന്നെ വന്ന് പൊങ്കാല ഇടാൻ പറ്റി. അപ്പൊ അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ചലച്ചിത്ര താരമായ ആനിയും പൊങ്കാല അർപ്പിക്കാനെത്തി. തികഞ്ഞ സംതൃപ്തിയോടെയാണ് ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നതെന്ന് ആനി പറഞ്ഞു. ശരിക്കും എനിക്ക് ഭയങ്കര മനസ്സിൽ നിറയെ സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞോട്ട് ഒരു പ്രാവശ്യം എനിക്ക് മിസ്സായ എനിക്ക് മനസ്സിനകത്ത് ഒരുപാട് വേദനയുണ്ട്. ഗായിക രാജലക്ഷ്മിയും പൊങ്കാല അർപ്പിക്കാനെത്തി. ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് രാജലക്ഷ്മി പൊങ്കാലയിട്ടത്. ഇത്തവണ കുറച്ചും കൂടി അമ്മയുടെ അടുത്ത് ചിപ്പി ചേച്ചിയുടെ ഒക്കെ കൂടെ. ചലച്ചിത്ര താരങ്ങളായ ഉഷ, വിജയകുമാരി, സീരിയൽ താരം കാർത്തിക് എന്നിവരും ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് പൊങ്കാലയിട്ടത്. മുൻ വർഷത്തേക്കാൾ ഇത്തവണ താരസാന്നിധ്യം പൊങ്കാലയിൽ കുറവായിരുന്നു. ഗവർണറുടെ പത്നിയും ക്ഷേത്രസന്നിധിയിൽ പൊങ്കാലയർപ്പിച്ചു. AK ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണി വഴുതക്കാടുള്ള സ്വന്തം വീടിന് മുന്നിലാണ് പൊങ്കാലയിട്ടത്. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലും ഭക്തർ പൊങ്കാലയർപ്പിച്ചു. വിവിധ റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെ നേതൃത്വത്തിലും ഒട്ടേറെ പേർ പൊങ്കാലയിട്ടു. അതിനിടെ സരിത നായർ ആറ്റുകാൽ ക്ഷേത്രസന്നിധിയിലെത്തിയത് ഒട്ടേറെ പേരിൽ കൗതുകമുണർത്തി. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനായതിന്റെ ആത്മനിർവൃതിയിലാണ് ആറ്റുകാലിലെത്തിയ ഓരോ ദേവി ഭക്തരും. 1 വർഷം നീണ്ട പ്രാർത്ഥനയുടെ ആത്മസാഫല്യമാണ് ഇവിടെ കാണുവാൻ സാധിച്ചത്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം മെറിൻ മേരി ചാക്കോ. സംസ്ഥാന കാർഷിക ഗ്രാമീണ വികസന ബാങ്കിന് വ്യാജരേഖ ചമച്ച് ഭൂമി കൈമാറിയ സംഭവം അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടു. പ്രത്യേക അന്വേഷണ സംഘമാകും സംഭവം അന്വേഷിക്കുന്നത്. തഹസിൽദാരുടെ വ്യാജ വിലനിർണ്ണയ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നടന്ന ഭൂമി ഇടപാട് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് പീപ്പിൾ TV ആയിരുന്നു.